യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 2263 മംഗലാപുരം കുറിച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കോയമ്പത്തൂർ വ്ളോഗാണ്. സോ വെൽക്കം ടു കോയമ്പത്തൂർ. സോ ഗായ്സ്, നമ്മൾ കോയമ്പത്തൂർ വന്നതാണ്. കോയമ്പത്തൂർ നമ്മൾ വല്യച്ഛൻ്റെ മൂള വീടുണ്ട് കോയമ്പത്തൂർ. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് വീട്, എൻ്റെ ബാക്കിലുള്ളതാണ് വീട്. ഹായ്, എവിടെയല്ലേ? കോയമ്പത്തൂര്. ഹായ് വല്യമ്മ, പോയാരേ? ടാറ്റാ, ടാറ്റുണ്ടാ, ബൈ. മോളെ വണ്ടി കൊണ്ടോട്ടെ, കൊണ്ടോട്ടെ. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നേരെ പോവാ. തമിഴ് തെരിയാതാ? ഉനക്ക് എന്നെ തെരിയും? സോ ഗൈസ്, നമ്മൾ GD കാർ മ്യൂസിയത്തിൽ വന്നതാണ്. ഇവിടെ കുറച്ച് കാഴ്സിൻ്റെ കളക്ഷൻ ഉണ്ട്, വിൻറ്റേജ് കാഴ്സിൻ്റെ കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പോയോക്കാം. സോ ഈ ഒരു മ്യൂസിയത്തിൽ സയൻസ് മ്യൂസിയം ഉണ്ട്, കാർ മ്യൂസിയം ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് കാർ മ്യൂസിയം ആണ്. ഇവിടെ എൻട്രൻസിന് ഒരാൾക്ക് വരുന്നത് 125 റുപ്പീസാണ്. ഫസ്റ്റ് ടയർ പാത്രത്തിൻ്റെ മൂടി മാതിരി, പിന്നെ ഇങ്ങനെയായിട്ട് മാറി. പക്ക കണ്ടീഷൻ. ഈ ഒരു വണ്ടി നമ്മുടെ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. എൻജിൻ്റെ എവല്യൂഷനാണ് പിന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇവിടെ. അതത് ആ, ഇതെന്താ ഗിയർ ബോക്സോ? അതെന്തിൻ്റെ ഗിയർ ബോക്സ്? ഗൈസ്, ഇത് നമ്മുടെ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. ഇത് ഈ മ്യൂസിയത്തിന് കൊടുത്തിട്ടുള്ളത് TN ശങ്കർ വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, നിലമ്പൂരുള്ള. അപ്പം അദ്ദേഹമാണ് ഈ ഒരു മ്യൂസിയത്തിലേക്ക് ഇത് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതിലുള്ളതാമേ? നാട്ടിനാട്ടോ? ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും കാർ ലവേഴ്സിന് പറ്റിയൊരു പ്ലേസ് തന്നെയാണിത്. കോയമ്പത്തൂർ വരുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾ എക്സ്പീരിയൻസ്. 19th സെഞ്ച്വറിയിലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സീബ്ര കാർട്ട് ഇൻ കൽക്കട്ട, എലിഫന്റ് റൈഡ്, പുഷ് കാർട്ട് പോണ്ടിച്ചേരി.
സോ അങ്ങനെ നമ്മൾ കാർ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു. ഫുള്ള് മുരിങ്ങക്കായാണ് കഴിച്ചു ഇവിടെ. മുരിങ്ങക്കായ ഉണ്ട്, പിന്നെ എന്തായാലും കറിവേപ്പിലുണ്ട്, പിന്നെ വേപ്പിലുണ്ട്, മയിലുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാക്കേനെ പോലെ ഇവിടെ മയില, ഫുൾ ഓഫ് മയിൽ. ചണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി അത് തന്നെ. വെറുതെ എന്തിനാ സാമ്പാറാക്കാനോ? മഞ്ചേച്ചി എന്തിനോ വിളിക്കുന്നുണ്ട്, പോയോളെ. ഇതെന്താ താലത്തില് ബജ്ജി? നീ ഫ്രീ അല്ലേ? പരിപ്പുവട. ഒരുന്നോ നവാപ്പരി? നമ്മള് കറിവേപ്പില വയ്ക്കാൻ പോവാണ്. വലിയ മരം. ആരും ഉപയോഗിക്കല്ലാന്നേ. ആണെന്നാ പാർക്ക് പോവാ. അവിടെ മയിലുണ്ടാവും. എന്നാ മയില് കാണാൻ പോവാ. ആദ്യം അങ്ങോട്ടൊക്കെ റെഡി ആയിരുന്നു. പിന്നെ പേടി. അമ്മ അത് മയിലിന്റെ സൗണ്ട് ആട്ടോ. മയില് വരാനുള്ള സൗണ്ട്. നിങ്ങളപ്പോ മുരിങ്ങരാക്കാൻ പോയില്ലേ? പോലെ വേപ്പിലുണ്ട്. ഇതാ വേപ്പില, കറിവേപ്പില, പിന്നെന്തായിരുന്നു മുരിങ്ങയില. ഇതാണ് ഇവിടുത്തെ മെയിന്. അതാരാ പലർന്ന പോല ഒന്ന് പീലി വിരിക്കടോ. അതാ പോയി. ഇവിടെ എല്ലാ വീടിന്റെ മുറ്റത്തും കോലം വരച്ചിട്ടുണ്ട്. ഇവിടെ ആത്തച്ചക്കയും കണ്ടുപിടിച്ചു. ഇതെന്താ പേരക്കയോ? അതെന്താ ഇവിടെ ഒരു കായ്? ഇതാ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. എരിക്കോ? അതെന്താ എരിക്ക്? ഞാൻ ഇത്രയും അടുത്തുനിന്ന് ഒരു മയിലിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. സൂലൊക്കെ നമ്മൾ കാണുമെങ്കിലും ഇങ്ങനെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കുറേ കിളികളുണ്ട്, ഇങ്ങനത്തെ ചെറിയ ചെറിയ കിളികളുണ്ട്. ഗൈസ് മയില്. സോ ഗൈസ് നമ്മൾ കോയമ്പത്തൂരിൽ പ്രോക്സോൺ മോളിൽ വന്നതാണ്. വെറുതെ രാത്രി ഒന്ന് ഇറങ്ങിയതാണ്. വേഗം ഇവിടെ വേഗം കാണിക്ക് നേനോ. ഇന്നലെ രാവിലെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആദിയോഗിയിലേക്കാണ്. നമ്മൾ ആദിയോഗി എത്തിയിരിക്കുകയാണ്. യോഗി അല്ലെങ്കിൽ ആദിയോഗിയിലുള്ള ഈ ഒരു ശിവ സ്റ്റാച്യു ബിൽഡ് ചെയ്തിട്ടുള്ളത് 112 അടി ഹൈറ്റിലാണ്. ഈ ഒരു ശിവ സ്റ്റാച്യുവിന് മുകളിലുള്ള രുദ്രാക്ഷമാല ഒറിജിനൽ ആയിട്ടുള്ള രുദ്രാക്ഷമാണ്. അത് കുറേ ആളുകൾ കൂടി ചേർന്ന് കുറേ രുദ്രാക്ഷങ്ങൾ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു മാല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഉച്ചയ്ക്കാണ് വന്നത്. നല്ല വെയിലാണ്. രാത്രിയാവുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഒരു പരിപാടികളൂടെ ഉണ്ട്. കൊടുക്കി പൂവ് ഞങ്ങൾ ഐ ലവ് യു എന്നും കൂടി പറഞ്ഞേക്ക്. അതൊക്കെ പണ്ട് പറഞ്ഞോട്ടെ താടിക്കണ്ട പറയ്.
സോ ഇവിടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കാളവണ്ടി ഉണ്ട് കേട്ടോ. അങ്ങനത്തെ 10 രൂപയാണ് ഇതിന് ചാർജ്. ഇത് നമുക്ക് മുകളിലോട്ടും പോകാൻ പറ്റും, അവിടുന്ന് ഇങ്ങോട്ടും വരും. ഇതിൻ്റെ മുകളിൽ കയറാൻ പോവാണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. അമ്മോ 2 കാളുള്ള വണ്ടി. നമ്മൾ 1 കാളുള്ള വണ്ടിയിലാണ് പോകുന്നത്. ഇത് 2 കാള. ഇതൊന്നാണ്. കറിയാന്ന് വിചാരിച്ച് പായസം പറഞ്ഞു. ആ അതാ അണ്ടിപ്പരിപ്പ് അതൊന്നും വേഗം ദൂരമുള്ള നേരല്ല. എന്താ ചെയ്യാം. എങ്ങനെയുണ്ട് ചോറ്? നല്ലതാ. ആദിയോഗി വന്നാൽ 2 കാര്യങ്ങളാണ് കാണാനുള്ളത്. ഒന്ന് ആദിയോഗി സ്റ്റാച്ചു, ഒന്ന് ധ്യാനലിംഗം. ധ്യാനലിംഗയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ പോയത്. അവിടെ ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ തന്നെ ബസ്സുണ്ട്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോയമ്പത്തൂർ പോയിട്ട് ഇറങ്ങാം. ഈ ബസ് പോവാണ് ഗൈസ്. ഈ ബസ്സിൽ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയറിയില്ല. ഇവിടെ എല്ലാ ബസ്സിനും നമ്പേഴ്സ് ഉണ്ട്. ഈ ബസ്സിൻ്റെ നമ്പർ 14D ആണ്. അങ്ങനെ എല്ലാ ബസ്സിനും ഓരോ നമ്പർ ഉണ്ട്. സോ അങ്ങനെ ആഫ്റ്റർ 2 days നമ്മൾ തിരിച്ചു പോവാണ്. കാറിൽ സാധനങ്ങളൊക്കെ കയറ്റി. சீக்கிரமா போ கெப்பி. என்ன கெப்பி மாஞ்ஞானம் കളിക്കരുത്. സോ ഗൈസ്, ഇത്രയായിരുന്നു നമ്മുടെ കോയമ്പത്തൂർ വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.